അപ്പം നമസ്കാരം, ഞാൻ അജയ് ഉണ്ണി. ഞാൻ ഇന്ന് വന്നേക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പലയിടത്തും നമ്മളിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പം ഇങ്ങനെ ഓരോരോ കെട്ടിടങ്ങൾ നമ്മളിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. ഇങ്ങനെ ഒരു കെട്ടിടങ്ങൾ ചിലയിടത്ത് വർക്കിംഗ് ആണ്, ചിലയിടത്ത് വർക്കിംഗ് അല്ല. ഇത് കണ്ടോ, ഇതാണ് വഴിയിടം. ടേക്ക് എ ബ്രേക്ക്. വഴിയിടം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കേരള സർക്കാർ തദ്ദേശ സ്വയംഭരണം ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ 12 പരിപാടി ഉൾപ്പെടുത്തി നിർമ്മിച്ച വഴിയൊരു വിശ്രമ കേന്ദ്രവും പൊതു ശൗചാലയവും ഇതൊക്കെ ഉണ്ട്. ഈ സാധനമൊക്കെ സംഗതി നന്നായിട്ടൊക്കെ ചെയ്തൊക്കെ വെച്ചേക്കണം, നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എന്നാ തന്നെ ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ അത് ആവശ്യമുള്ള സ്ഥലത്ത് അല്ലെ ഇപ്പോൾ ഉള്ള ബാത്റൂമുകളും നശിച്ച് കിടക്കണം. ഇതൊക്കെ നന്നാക്കി എടുക്കാണ്ട് ഈ ആൾ കൂടുന്നിടത്ത് വന്ന് ഇത് കൂട്ടി ഈ കാശ് മുടക്കി ഒന്ന് ചെയ്യുവാണെങ്കിൽ ഒരു മര്യാദയുണ്ട്. ഇതൊരു മനുഷ്യന് ഇവിടെ തങ്ങണമില്ല, ഒന്നുമില്ല. ചുമ്മാ ഇവിടെ കൊണ്ട് ഇതിൻ്റെ എത്ര അടങ്കൽ തുക, എത്ര 14 ലക്ഷമോ ഇങ്ങനെയൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എത്ര മുടക്കുന്നൊന്നും അറിയാൻ പാടില്ല. ഇത് ഇങ്ങനെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 2021 ഇങ്ങനെ സ്ഥാപിച്ചതാണ്, ഇത്രയും രൂപയും മുടക്കി. അപ്പോൾ ഇത് നോക്കി, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇത്രയും കാശ് മുടക്കി ചെയ്തതിന് ഇവർ കാണിച്ചിട്ട് അങ്ങനെ ഉത്തരവാദിത്വം ഇല്ലായ്മ ഒന്ന് കണ്ടു നോക്കുക. ഇത് നോക്കുക, ഇതൊന്നും പൂട്ടിയിട്ട് പോലുമില്ല. ഇതിനിപ്പോൾ ഞാൻ തുറന്നു കഴിഞ്ഞാൽ എൻ്റെ പേര് വല്ല കേസ് പോകുമായിരിക്കും. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. ഇത് പൂട്ടിയിട്ടൊന്നുമില്ല ഈ സാധനം. അപ്പോൾ ഈ കാശ് മുടക്കിയിട്ട് അതിന് സംരക്ഷിക്കുക, അല്ലെങ്കിൽ അടച്ചിടുമ്പോൾ ഇതിനുള്ള മെയിൻ്റനൻസൊക്കെ ചെയ്യണമല്ലോ. ഇത് നോക്കൊരു വലിയ വീടിൻ്റെ എത്ര ഉണ്ട്, ഒരു എന്തോരം പേര് വീടില്ലാത്തവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു വീട് വെച്ച് കൊടുത്താൽ ഇത്ര ഒരു സമാനമുണ്ട്. അപ്പോൾ ഇതൊന്ന് പറയാൻ വേണ്ടിയാണ് വന്നത്. ഇങ്ങനെ ചുമ്മാ ഇതിങ്ങനെ അടച്ചിട്ടേക്കും, ഇത് ഒരു കാര്യമില്ലാണ്ട് ചുമ്മാ ഇങ്ങനെ അതേ അടച്ചിട്ടേക്കുവാണ്. ഈ കാശും മുടക്കി എത്ര ലക്ഷം രൂപയാണ് മുടക്കണേ. ഇത് അവിടെ ഇവിടെയൊക്കെ കാണാട്ടോ. ഞാൻ ഇവിടെ മാത്രമല്ല, ഞാൻ പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. ചിലയിടത്തൊക്കെ കടകളുണ്ട്. ഇത് ചുമ്മാ ഇങ്ങനെ എന്നാ ഇടപാടായത്. ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കും, അല്ലെങ്കിൽ ആർക്കെങ്കിലും അത് വേറെ രീതിയിലാക്കി ഒരു വീടാക്കി കൊടുത്ത് ഏതെങ്കിലും പാവപ്പെട്ടവന്, വീടില്ലാത്തവനൊക്കെ ഏതെങ്കിലും പാവപ്പെട്ടവരെ പിടിച്ച് കയറ്റി കടത്തുക എന്തെങ്കിലും ചെയ്യും. ചുമ്മാ ഇത് നശിപ്പിച്ച് കളയാതെ. എത്ര രൂപ എന്ന് പറയാമെന്നാ. ഓക്കെ.